ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ് കേട്ടോ. സോ ബയോമോളിക്യൂൾ എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഇത് ഈസി ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ടേംസ് അതേപോലെ തന്നെ കുറച്ച് മോളിക്യൂൾസ് പുതിയ മോളിക്യൂൾസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ കുറച്ച് ഓരോ മോളിക്യൂൾസിന്റെ പേര് നമ്മൾ കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ദ മോളിക്യൂൾ വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ലിവിംഗ് ഓർഗാനിസം ഇറ്റ് ഈസ് കോൾഡ് ആസ് ബയോമോളിക്യൂൾ. എന്തൊക്കെ കൊണ്ടാണ് ബയോമോളിക്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ എലമെന്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അതേപോലെ അതിനകത്ത് നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസ് അതേപോലെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വി വിൽ സി ഒരു ലിവിങ് ഓർഗാനിസത്തിൽ ഉള്ള മോളിക്യൂൾസും നോൺ ലിവിങ് ഒബ്ജക്റ്റിലുള്ള മോളിക്യൂൾസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ രണ്ട് ലിവിങ് ഓർഗാനിസംസിലുള്ള ബയോമോളിക്യൂൾസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ വെൻ വി ടെസ്റ്റഡ് ദ എലമെന്റൽ കോമ്പോസിഷൻ ഇൻ ദ ലിവിങ് ഓർഗാനിസം ആൻഡ് ഇൻ നോൺ ലിവിങ് ഒബ്ജക്ട് ലൈക്ക് ദ ക്രസ്റ്റ് ഓഫ് എർത്ത്, അതായത് ഒരു ചെറിയ ടിഷ്യൂ, അത് മേ ബി എ ലിവർ, എ പാർട്ട് ഓഫ് ലിവർ ഓർ ഇറ്റ് മേ ബി എ ലീഫ് പാർട്ട്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ എലമെന്റൽ കോമ്പോസിഷനും അതേപോലെ തന്നെ എർത്ത് ക്രസ്റ്റ് ഒരു ചെറിയ മണ്ണിന്റെ കഷ്ണം, ഒരു മണ്ണിന്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അല്ലെങ്കിൽ റോക്കിന്റെ ഒരു പീസ് എടുത്തിട്ട് അതിനകത്ത് എലമെന്റൽ കോമ്പോസിഷനും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ we could understand there is no difference in the elemental composition of these living and non-living particles. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അതിന്റെ കോമ്പോസിഷൻ കൂടുതലായിരിക്കും എന്തില്, ലിവിങ് ഓർഗാനിസത്തില്. ഇവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ദ കമ്പാരിസൺ ഓഫ് എലമെന്റൽ കോമ്പോസിഷൻ പ്രസന്റ് ഇൻ എ നോൺ ലിവിങ് ആൻഡ് ലിവിങ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 9.1 യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എലമെന്റൽ കോമ്പോസിഷൻ ദ പെർസെന്റേജ് വെയിറ്റ് ഓഫ് earth crust and human body. If we check hydrogen present in earth it will be 0.14 only, but human body it is 0.5. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം 5 ഇരട്ടിയോളം എന്തുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ കാർബൺ 0.03 in earth and in the human body it is around 18.5. huge difference it is showing in the case of carbon. ഓക്സിജന്റെ കേസ് എടുത്തു നോക്കിയാൽ 46.6% it is present in the earth crust and we can see around 65% oxygen is present in the case of human body. In human body നമുക്ക് 65% ഓക്സിജൻ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ 3 എലമെന്റൽ കോമ്പോസിഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനാവും ആ ലിവിങ് ഓർഗാനിസത്തിലെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കൂടുതലാണ്. നോൺ ലിവിങ് ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ദ എർത്ത് ക്രസ്റ്റില് ദ പെർസെന്റേജ് ഓഫ് ദിസ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആസ് കമ്പയർഡ് ടു ലിവിങ് ഓർഗാനിസം ഇറ്റ് ഈസ് ലെസ്. ഇനി നമ്മൾ നോക്കിയാൽ നൈട്രജൻ വെരി ലിറ്റിൽ ഇൻ ദ എർത്ത് ക്രസ്റ്റ്. നൈട്രജൻ കുറച്ചുള്ളൂ എർത്ത് ക്രസ്റ്റില്, പക്ഷെ അവർക്ക് നൈട്രജൻ കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിലാണ് കേട്ടോ, എർത്ത് ക്രസ്റ്റിലല്ല. ഇവിടെ നമ്മൾ എർത്ത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ സോയിലിൽ അടങ്ങിയേക്കുന്നതാണ് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ റോക്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ ഹ്യൂമൻ ബോഡി ദ 3.3% ഓഫ് നൈട്രജൻ ഈസ് പ്രസന്റ്. സൾഫർ if is 0.03% in the earth crust and 0.3% in the human body. Sodium we can say 2.8 in the earth crust and very less as 0.2% in the human body. Calcium it is 3.6 in the earth crust and we can see 1.5% in the human body. And magnesium it is 2.1 in the case of earth crust and 0.1% in human body. Silicon it is 27.7% in the earth crust and the human body it is very negligible quantity. Okay, അതാണ് elemental composition human body അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിലും എർത്ത് ക്രസ്റ്റിലും തമ്മിലുള്ള വ്യത്യാസം. ഇനി എങ്ങനെ നമുക്ക് ഒരു അനലിറ്റിക്കൽ ടെക്നിക് ഉപയോഗിച്ച് ഹൗ ടു അനലൈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഇൻ ലിവിങ് ഓർഗാനിസം, എങ്ങനെ നമുക്ക് ലിവിങ് ഓർഗാനിസത്തിലെ കെമിക്കൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് യു ടേക്ക് എ സ്മോൾ പാർട്ട് ഓഫ് എ ടിഷ്യൂ ഓർ എ സ്മോൾ പീസ് ഓഫ് എ ലിവർ ഓർ this one leaf, we can grind this in trichloroacetic acid as Cl3CCOOH. trichloroacetic acid നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ബയോമോളിക്യൂൾ. See here, we can grind the tissue in trichloroacetic acid. Cl3CCOOH. ഇതിനകത്ത് നമുക്ക് ആ സാമ്പിള് ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം, എന്ത് സാമ്പിൾ, ലിവിങ് ടിഷ്യൂ ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്താൽ വി വിൽ ഗെറ്റ് 2 fractions അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അരച്ചെടുത്തിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ വി വിൽ ഗെറ്റ് 1 liquid portion and we will get 1 solid portion. So here we can say the liquid portion filtrate and sediment we will get. അപ്പോൾ ഫിൽട്രേറ്റും കിട്ടും സെഡിമെന്റും കിട്ടും നമുക്ക്. ഫിൽട്രേറ്റ് ആൻഡ് സെഡിമെന്റ്. ആൻഡ് ഫിൽട്രേറ്റ് if we check
filtrate, if we check, we will get thousands of organic compounds in that. ആ ഫിൽട്രേറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഒരു ആയിരക്കണക്കിന് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും. എങ്ങനെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? ദ സെപ്പറേഷൻ ടെക്നിക് വി ക്യാൻ യൂസ് ഫോർ സെപ്പറേറ്റിംഗ് ദീസ് ഓൾ കെമിക്കൽ കോമ്പൗണ്ട്സ് ഓർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. സെപ്പറേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഓരോ കമ്പൗണ്ടിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനലിറ്റിക്കൽ ടെക്നിക് വി ക്യാൻ യൂസ് ഫോർ finding out the molecular formula as well as the structure of that particular compound. Okay, molecular formula adupole structure of that particular compound to find out analytical technique we can do. Idu kore analytical techniques undu, adinte structure um adupole enne adinte molecular formula okke kandupidikkan vendittu namukku kore analytical techniques undu. So we can understand which all type of organic compounds are present in this filtrate as well as in the sediment. Adu athra veliya difficult aayittulla process alla, പക്ഷേ it is a lengthy process. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആയിരക്കണക്കിന് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ ആയിരക്കണക്കിന് ഓർഗാനിക് കോമ്പൗണ്ട്സിന് ഒരു തരത്തിലുള്ള സെപ്പറേഷൻ ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ്, സെപ്പറേഷൻ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അതേപോലെ ഡിഫറെന്റ് അനലിറ്റിക്കൽ ടെക്നിക്സ് ആർ ദെയർ ടു ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ആസ് വെൽ ആസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഓർഗാനിക് കോമ്പോസിഷൻ കിട്ടി. പക്ഷേ ഇതിൻ്റെ എലമെന്റൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എലമെന്റൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്ര എന്താ പറയുക, ഒരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ട്രൈക്ലോറോഅസറ്റിക് ആസിഡിൽ ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ സെഡിമെന്റ് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് രണ്ടിനകത്തും കിട്ടിയത് ഓർഗാനിക് കോമ്പൗണ്ടാണ്. പക്ഷെ നമുക്ക് അതിനകത്ത് ലൂസായിട്ട് കാണുന്ന കുറേ എലമെന്റൽ കോമ്പോസിഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഇതിലൊന്നും ബൈൻഡ് ചെയ്യാതെ, അതായത് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിൽ ബൈൻഡ് ചെയ്യാതെ കാണുന്ന ചില എലമെന്റ്സ് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഡിസ്ട്രക്റ്റീവ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി വിൽ ജസ്റ്റ് ടേക്ക് ദ സാമ്പിൾ, ഇറ്റ്സ് ഫ്രഷ് വെയിറ്റ് ആൻഡ് വി വിൽ ഡ്രൈ ഇറ്റ് ആൻഡ് വി വിൽ ടേക്ക് ദ ഡ്രൈ വെയിറ്റ് ഓഫ് ദ പർട്ടിക്കുലർ സാമ്പിൾ. നമ്മൾ എന്ത് സാധനത്തിൽ നിന്നാണോ നമുക്ക് ആ എലമെന്റൽ കോമ്പോസിഷൻ അറിയേണ്ടത്, അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയേണ്ടത്, ആ ഒരു ടിഷ്യൂവിന് നമ്മൾ ഫ്രഷ് വെയിറ്റ് എടുക്കുക, എന്നിട്ട് അതിനെ ഉണക്കി ഡ്രൈ വെയിറ്റ് കാണുക. അതിന് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ബേൺ ഇറ്റ് ആൻഡ് വി ക്യാൻ ഗെറ്റ് ദ ആഷ് ഓഫ് ദിസ് പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ആഫ്റ്റർ ബേണിംഗ്. ബേണിങ്ങിന്റെ ശേഷം ആ ടിഷ്യൂവിന്റെ ആഷ് നമുക്ക് എടുക്കാം. അപ്പൊ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം എന്താ പറയാ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം ഡിസോസിയേറ്റ് ആയിട്ടാണ് എന്താ പോകുന്നത്, ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ഇവാപറേറ്റ് ആയി പോകുന്നത് അല്ലേ. കാരണം എന്താ, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ nothing but carbon, hydrogen, oxygen containing compounds that will be evaporated. Remaining thing it will be present in the ash. ആഷിൽ സാധാരണ കാണുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, വാട്ടർ, these all things it will be, water will not be there, okay, magnesium as well as these all things it can be present in that inorganic composition. അതിനകത്ത് സോഡിയവും പൊട്ടാഷ്യവും കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ നമുക്ക് സാധാരണ ആഷിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് കോമ്പൗണ്ട്സും കാണാൻ സാധ്യതയുണ്ട്. സോഡിയം ക്ലോറൈഡ് ആസ് വെൽ ആസ് കാൽഷ്യം കാർബണേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഇതൊക്കെ നമുക്ക് ഓർഗാനിക് മാറ്ററിലും കിട്ടുന്നതാണ്. അപ്പം ഇത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഈ ഡിസ്ട്രക്റ്റീവ് പ്രോസസ് വെച്ചിട്ട് നമുക്ക് അതിനെയും ചെക്ക് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദ എലമെന്റൽ കോമ്പോസിഷൻ ആസ് വെൽ ആസ് വി വിൽ ഗെറ്റ് ദ വാട്ട് ടു സേ organic compounds we can separate and we can find out which all are present and its molecular formula and structure also we can easily identify by using some analytical technique. Okay, ഇതൊക്കെ ആണ് കുറച്ച് എക്സ്പെരിമെന്റ്സ് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള. Now if we see chemical point of view, if we are explaining one compound, we will say it is an aldehyde or it is a ketone molecule or it is an aromatic substance അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷെ ബയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ മോളിക്യൂൾസിനൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ്, അതുപോലെ ഫാറ്റി ആസിഡ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ ഈ ബയോ മോളിക്യൂൾസിനെ പറയാം. അതായത് ആൽക്കലോയിഡ്സ് ആസ് വെൽ ആസ് കീറ്റോൺ സബ്സ്റ്റൻസസ് ആസ് വെൽ ആസ് അരോമാറ്റിക് സബ്സ്റ്റൻസസ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് എന്തിലുള്ളത്, ബയോമോളിക്യൂളിലുള്ളത്. പക്ഷെ നമ്മൾ അതിനെ ഓരോന്നിനെയും ആ ബയോമോളിക്യൂൾ ഏത് മോളിക്യൂളാന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അമിനോ ആസിഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ബയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ വെൻ വി ആർ സേയിങ് അബൌട്ട് ദീസ് ഓൾ കോമ്പൗണ്ട്സ് വി വിൽ സേ ഇറ്റ് ഈസ് ന്യൂക്ലിക് ആസിഡ്, അമിനോ ആസിഡ് ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഫാറ്റി ആസിഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നൗ വി വിൽ സീ ഫസ്റ്റ് വൺ
ഇതിനകത്ത് കാണുന്ന കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് കാണുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അമിനോ ആസിഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഷുഗർ മോളിക്യൂള് സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് ഉണ്ടാവാം, ഗ്ലിസറോൾ ഉണ്ടാവാം, ലിപ്പിഡ് ഉണ്ടാവാം, അതുപോലെ ന്യൂക്ലിയോടൈഡ്സ് കണ്ടെയ്നിങ് അഡിനൈൻ, റൈബോ ഷുഗർ, ഡിയോക്സി റൈബോ ഷുഗർ, അതുപോലെ ന്യൂക്ലിയോസൈഡ് ഉണ്ടാവാം. ഇങ്ങനത്തെ ഓരോരോ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് സബ്സ്റ്റൻസ് ബയോമോളിക്യൂളിലെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാണുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഫിൽട്രേറ്റിൽ അതേപോലെ തന്നെ സെഡിമെന്റിലൊക്കെ കാണുന്ന മോളിക്യൂൾ. അതിനകത്ത് ഓരോ മോളിക്യൂളിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ദ ഫസ്റ്റ് മോളിക്യൂൾ which they have given here, that is amino acid. So first molecule which we are going to study, amino acid. Amino acid is a monomer of a protein. Amino acid endana? It is a monomer of protein, and this amino acid consists of an alpha carbon on which we can see the molecules which is attached. That will be a carboxylic group will be attached on the alpha carbon, and we can see one amino group it is attached on the alpha carbon, and we can see one hydrogen it is attached on the alpha carbon, and one side chain will be there. This side chain eppozhum varying aayirikkum ketta. So here when we see the common molecular formula of an amino acid, we can see a center carbon on which amino group, carboxylic group, hydrogen atom and side chain is attached. This center carbon atom is called as alpha carbon. ഈ മൂന്ന് ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തേക്കുന്ന സൈഡ് ചെയിൻ അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ഒരു കാർബണിനെ നമ്മൾ പറയുന്ന പേരാണ് ആൽഫ കാർബൺ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ കാർബോക്സിലിക് ഗ്രൂപ്പും NH2 ഗ്രൂപ്പും അയോണൈസിങ് ഗ്രൂപ്പാണ്. ഇത് രണ്ടും അയോണൈസ് ചെയ്ത് പോവാം. അതായത് COOH it can be ionized in the form of COO minus. NH2 it can be ionized in the form of NH3 plus. Okay, NH2 NH3 plus ആയിട്ടും COOH COO minus ആയിട്ടും അയോണൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ദിസ് R ഗ്രൂപ്പ് ഇറ്റ് വിൽ ബി വേരിയിങ്. R ഗ്രൂപ്പ് വേരി ചെയ്യുന്നതാണ്. സോ ഈ R ഗ്രൂപ്പ് ഏത് തരത്തിലുള്ളതാണോ അതേപോലെ തന്നെ കാർബോക്സിലിക് ഗ്രൂപ്പ് ആൻഡ് അമിനോ ഗ്രൂപ്പ് എങ്ങനെയാണോ അയോണൈസ് ചെയ്യുന്നത് അതനുസരിച്ച് ഈ അമിനോ ആസിഡ് പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കാണിക്കും. അതേപോലെ അമിനോ ആസിഡ് പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കാണിക്കുന്ന അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡ് 20 എണ്ണം ഉണ്ട്. പ്രോട്ടീൻ 20 തരത്തിലുള്ള അമിനോ ആസിഡ് ഉണ്ട് ഒരു പ്രോട്ടീനിൽ ഉള്ളത്. അതായത് 20 different types of amino acid are present in protein. പ്രോട്ടീനിൽ 20 തരത്തിലുള്ള അമിനോ ആസിഡ് പ്രസന്റ് ആയിരിക്കും. ഏതൊക്കെയാണ് ഈ 20 തരത്തിലുള്ള അമിനോ ആസിഡ് പ്രോട്ടീനിൽ കാണുന്നത്? ഫസ്റ്റ് വൺ ഇഫ് ഈ സെയിം അലനിൻ, arginine, asparagine. I'm just writing here alanine, arginine, asparagine, alanine, arginine, asparagine, aspartic acid, glutamic acid, aspartic acid, glutamic acid, cysteine, glutamine, glycine, അതുപോലെ ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, then leucine, lysine, then methionine, phenylalanine, proline, then serine, threonine, tryptophan, tyrosine, valine. These are the 20 different types of amino acid. ഒന്നുകൂടി നോക്കിക്കേ, എല്ലാ അമിനോ ആസിഡ് ആയിട്ടുള്ള എന്തൊക്കെയാ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈ 20 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് വെച്ചിട്ടാണ്
നമ്മുടെ പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ്, അതായത് പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അമിനോ ആസിഡ് ഈ 20 തരത്തിലുള്ള അമിനോ ആസിഡ് വെച്ചിട്ടാണ്. ഈ 20 തരത്തിലുള്ള അമിനോ ആസിഡ് ഓരോരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണിക്കും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കെമിക്കൽ ഫോർമുല ഓഫ് ദിസ് പർട്ടിക്കുലർ അമിനോ ആസിഡ്. അതിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഈ R സൈഡ് ചെയിൻ വേരി ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അത് പല പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കാണിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അമിനോ ആസിഡിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആസ് ഗ്ലൈസിൻ, അലിനിൻ ആൻഡ് സെറിൻ. ഗ്ലൈസിനിൽ നമുക്ക് കാണാൻ പറ്റും R ഗ്രൂപ്പ് ഇറ്റ് വിൽ ബി ഹാവിങ് എ സിംഗിൾ ഹൈഡ്രജൻ. ഇവിടെ ഒരു ഹൈഡ്രജൻ ആണ് വരുന്നതെങ്കിൽ ഇതിന് നമ്മൾ പറയുന്നതാണ് ഗ്ലൈസിൻ. ഗ്ലൈസിൻ ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഇതാണ് സ്മോളസ്റ്റ് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഗ്ലൈസിൻ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അമിനോ ആസിഡ്. ഇനി ഇവിടെ വന്നിട്ട് CH3 ഗ്രൂപ്പ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അലിനിൻ. ഈ CH3 ആഡ് ചെയ്ത എന്താണ്? ഇറ്റ് ഈസ് അലിനിൻ. ആൻഡ് വി ക്യാൻ സീ if in the place of CH3, if it is CH2OH, if it is present, that is called as serine. At least ഈ 3 അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. വളരെ ഈസിയാണ്. അതായത് ഗ്ലൈസിൻ ഏറ്റവും സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ R ഗ്രൂപ്പിന്റെ അവിടെ വന്നിട്ട് ഒരു ഹൈഡ്രജൻ എഴുതി വെച്ചാൽ മതി. പിന്നെ അടുത്തത് അലനിൻ ആന്ന് പറയുമ്പോൾ CH3. പിന്നെ ഉള്ളതൊരു മീഥൈൽ ഗ്രൂപ്പാണ്. പിന്നെ അടുത്ത CH2OH, അതായത് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പാണ്. പിന്നെ അടുത്ത ഒരു പോളാർ ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള CH2OH. ഈ 3 നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. കാരണം ഇതിന്റെ സ്ട്രക്ചർ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ബോർഡ് എക്സാമിലാണെങ്കിലും അതേപോലെ തന്നെ നീറ്റ് എക്സാമിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Now we will see some changes in the R group, how it is giving different types of amino acid. We will see R group 4 തരത്തിലുണ്ട്. R group ഒന്നുപോലെ നോൺ പോളാർ R group ആവാം. R group it may be നോൺ പോളാർ R group. ഞാൻ ഇവിടെ മായ്ക്കുന്നുണ്ട്. നോൺ പോളാർ R ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ്സ്, അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ അമിനോ ആസിഡ് എന്നാ പറയാ. അതിനൊരു ചാർജ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ they will be neutral amino acid. An example for this, alanine, valine, leucine. Alanine, valine, leucine, these are the non-polar R group containing amino acid. ഇനി ഗ്ലൈസിനും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം, because that also do not having any പോളാർ ഗ്രൂപ്പ് അല്ലെ. പോളാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോക്സിലിക് ഗ്രൂപ്പ് പോലത്തെ ഗ്രൂപ്പ് ഉള്ളതാണ് പോളാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഹിയർ അലനിൻ, വാലിൻ, ലൂസിൻ, ദീസ് ആർ ദ ന്യൂട്രൽ അമിനോ ആസിഡ് because they do not have any polar R group. Then we can see polar uncharged R group containing amino acid are there. Polar uncharged R group containing. Polar uncharged R group containing amino acid, that is example for this is serine. അതായത് നോക്കിക്കേ, ഇത് CH2OH പോളാർ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അൺചാർജ്ഡ് ആണ്. സോ എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് അലനിൻ. അലനിൻ ഈസ് an example for this polar uncharged R group. Then next one, negatively charged R group. Negatively charged R group എന്ന് പറഞ്ഞാല് that will be acidic. Okay, negatively charged R group എന്ന് പറയുമ്പോൾ that will be acidic. എങ്ങനെയാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് R group എന്ന് പറയുന്നത്? എക്സ്ട്രാ ഒരു COOH അവിടെ ഉണ്ടാവും. എക്സ്ട്രാ ഒരു COOH ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അയോണൈസേഷൻ നടക്കുമ്പോൾ COO മൈനസ് ആയി പോകില്ലേ? അപ്പൊ അതിനൊരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് വരും അല്ലെ. സോ ഹിയർ വി ക്യാൻ സീ 2 different types of amino acid present in this group, that is aspartic acid and glutamic acid. Aspartic and glutamic acid. This is aspartic acid and glutamic acid that has negatively charged R group. അതേപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് R group ഉള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് R group it is present in arginine and lysine. അവിടെ NH2 ഗ്രൂപ്പ് ആയിരിക്കും എക്സ്ട്രാ വരിക. അപ്പൊ ആ NH2 ഗ്രൂപ്പ് അയോണൈസ് ചെയ്യുമ്പോൾ NH3 പ്ലസ് അഡീഷണൽ വരുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും അമിനോ ആസിഡിന്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ arginine and lysine, these two are the arginine and lysine, these two are the basic amino acid. Basic amino acid എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്. സോ ഈ arginine, lysine ഒക്കെ പോസിറ്റീവ് ചാർജ് വേണ്ട പ്രോട്ടീനിൽ അധികം കാണുന്ന അമിനോ ആസിഡ് ആണ് കേട്ടോ. അതായത് നമ്മള് നെഗറ്റീവ് ചാർജുള്ള DNA വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു പ്രോട്ടീൻ ഹിസ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ആ ഹിസ്റ്റോണിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന അമിനോ ആസിഡ് ഏതായിരിക്കും? അർജിനൈൻ ആൻഡ് ലൈസിൻ ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഗ്ലൈസിൻ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. കുറച്ച് കാര്യങ്ങൾ ഇതിന് അഡീഷണൽ പഠിക്കാനുണ്ട്. കാരണം ഇതിനെ പറ്റിയിട്ട് കുറച്ച് എന്താ പറയാ, അരോമാറ്റിക് അമിനോ ആസിഡ് ഏതാണ്, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഏതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുറത്തുനിന്ന് ചോദിക്കാറുണ്ട് നീറ്റ് എക്സാമിന് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോ. Glycine is the simplest amino acid because its side chain is having only one hydrogen. Then proline it is an amino acid. Amino acid എന്ന് പറഞ്ഞാൽ NH2 ഗ്രൂപ്പിന് പകരം അവർക്ക് NH ആയിരിക്കും ഉണ്ടാവുള്ളൂ. NH2 ഗ്രൂപ്പിന് പകരം NH ഉള്ളതാണ് ഇമിനോ ആസിഡ് എന്ന് പറയുന്നത്. So proline is amino acid. Proline it is amino acid. Okay, അതേപോലെ we can see next one the neutral amino acid നമ്മൾ പറഞ്ഞു, acidic amino acid, basic amino acid നമ്മൾ പറഞ്ഞു. ഇനി alcoholic amino acids are alcoholic amino acid എന്ന് പറഞ്ഞാൽ CH2OH പോലത്തെ ഗ്രൂപ്പ് വരുന്നതിനാണ് alcoholic amino acid എന്ന് പറയുന്നത്. That is nothing but serine and threonine. സെറിനും ത്രിയോനിനുമാണ് alcoholic amino acid. So alcoholic amino acids are serine and threonine, and we can see aromatic amino acids are there. Aromatic amino acid എന്ന് പറഞ്ഞാൽ അതിനൊരു ഹെട്രോസൈക്ലിക് റിംഗ് ഉണ്ടാവും അതിന്റെ R ഗ്രൂപ്പിൽ വന്നിട്ട്. R ഗ്രൂപ്പിൽ വന്ന് ഹെട്രോസൈക്ലിക് റിംഗ് ഉള്ളതാണ് അരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഫിനൈലാലനിൻ, തൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഫിനൈലാലനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഇത് മൂന്നും എന്താണ്? അരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. Okay, aromatic amino acid because they have heterocyclic ring, and we can see heterocyclic amino acids are there. പലതരത്തിലുള്ള റിങ്ങുകളുള്ള അമിനോ ആസിഡ് ഉണ്ട്. That is histidine, അതേപോലെ തന്നെ പ്രോലിനും ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള റിംഗ് ഉള്ള സ്ട്രക്ചർ ഉണ്ട്. അതൊരു ഇമ്യൂണോ ആസിഡും കൂടിയാണ്. അതേപോലെ തന്നെ ഹെട്രോസൈക്ലിക് അമിനോ ആസിഡും ആണ്. അതേപോലെ എല്ലാ അമിനോ ആസിഡും ലീവോ റൊട്ടേറ്ററി ആണ് എക്സെപ്റ്റ് ഗ്ലൈസിൻ. ഓക്കെ, എല്ലാ അമിനോ ആസിഡും എങ്ങനെയാണ്? ലീവോ റൊട്ടേറ്ററി ആണ് എക്സെപ്റ്റ് ഗ്ലൈസിൻ. ഗ്ലൈസിൻ മാത്രം എന്താണ്? ഡെക്സ്ട്രാ റൊട്ടേറ്ററി ആണ് കേട്ടോ. ഓൾ ദ അമിനോ ആസിഡ് ദേ ആർ ലീവോ റൊട്ടേറ്ററി എക്സെപ്റ്റ് ഗ്ലൈസിൻ. അതേപോലെ വി ക്യാൻ സേ അഡീഷണൽ അമിനോ ആസിഡ്, അതായത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതല്ലാത്ത 3 തരത്തിലുള്ള അമിനോ ആസിഡും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ornithine, citrulline and diamino pymalic acid. Okay, ornithine, citrulline and diamino pymalic acid. ഇതൊക്കെ എവിടെയാണ് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓർണിത്തൈൻ ആൻഡ് സിട്രുലിൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ലിവർ ഓഫ് മാമൽസ്. മാമൽസിന്റെ ഒക്കെ ലിവറിൽ നിന്ന്, അപ്പൊ നമ്മുടെയൊക്കെ ലിവർ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓർണിത്തൈനും സിട്രുലിനും കാണാം. ദാറ്റ് ഈസ് ഫോർ ദ ഓർണിത്തൈൻ സൈക്കിൾ. നമ്മുടെ ബോഡിയിൽ എലിമിനേറ്റ് ചെയ്യുന്ന അമോണിയനെ യൂറിയയാക്കി മാറ്റുന്ന സൈക്കിളാണ് ഓർണിത്തൈൻ സൈക്കിൾ. നമുക്കറിയാം അമോണിയ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത പോയിസണസ് ആണ് അല്ലെ. അപ്പൊ അതിന് പീരിയോഡിക്കലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് യൂറിയ. ആ യൂറിയ formation process from ammonia that will take place inside the liver, that is through ornithine cycle. അതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്ന 2 അമിനോ ആസിഡ് ആണ് ഓർണിത്തൈൻ ആൻഡ് സിട്രുലിൻ. ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോട്ടീന്റെ ഫോർമേഷനും ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. സോ ഇത് രണ്ടും നോൺ പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ് ആണ്. അതേപോലെ തന്നെ ഡൈഅമിനോ പൈമേലിക് ആസിഡ്. ഡൈഅമിനോ പൈമേലിക് ആസിഡ് എന്ന് പറയുന്നത് സാധാരണ ബാക്ടീരിയയുടെ സെൽ വോളിൽ കാണുന്നതാണ്. ഇൻ ദ സെൽ വോൾ ഓഫ് സൈനോ ബാക്ടീരിയ വി ക്യാൻ സീ ദിസ് ഡൈഅമിനോ പൈമേലിക് ആസിഡ്. അപ്പൊ ഇതും ഒരു തരത്തിലുള്ള അമിനോ ആസിഡ് ആണ് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ആൻഡ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് അമിനോ ആസിഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ചെറിയ പോയിന്റും കൂടി ഉണ്ട്. അതായത് സീ ഹിയർ ദ ആൽഫ കാർബൺ ഇറ്റ് വിൽ ബി ഹാവിംഗ് an NH2 group which is ionizing, which can ionize in the form of positive, and COOH it is ionizing group, it can oxidize, it can ionize in the form of COO minus. So when we are putting this amino acid in a particular pH, in a particular solution which has a specific pH, ഒരു particular pH ലുള്ള നമ്മൾ pH-ലുള്ള ഒരു സൊല്യൂഷന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ അമിനോ ആസിഡിനെ ഇട്ട് കൊടുത്താൽ these two COOH and NH2 it will be ionized as
COO minus and NH3 plus. അപ്പോൾ നോക്കിക്കേ, both will be having positive and negative charge. ഇവിടെ രണ്ട് ചാർജും ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്, but the net charge will be 0. This condition of this particular amino acid is called as zwitter ionic form. Actually it is in ionic form, but the net charge it is 0 because positive and negative charge it is equal positive and negative charge is present in this. So we can say that particular molecule, it is, even though it is in ionic form, it does not show any charge. So net charge as it is 0, we can say it is zwitter ionic form. ഏത് pH ലാണോ ഒരു അമിനോ ആസിഡ് സ്വിറ്റർ അയോണിക് ഫോം അറ്റൈൻ ചെയ്യുന്നത്, ആ pH ആ അമിനോ ആസിഡിന്റെ ഐസോ ഇലക്ട്രിക് പോയിന്റ് ആണ്. ഒരു അമിനോ ആസിഡിന്റെ ഐസോ ഇലക്ട്രിക് പോയിന്റ് pH എത്തുമ്പോഴാണ് അതതിന്റെ സ്വിറ്റർ അയോണിക് ഫോം അറ്റൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത് കുറച്ച് അമിനോ ആസിഡിനെ പറ്റിയിട്ടാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അമിനോ ആസിഡ് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് എ മോണോമർ ഓഫ് എ പ്രോട്ടീൻ. പ്രോട്ടീന്റെ ഒരു മോണോമർ ആണ്. സാധാരണ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമിനോ ആസിഡ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ട് 20 അമിനോ ആസിഡ്സ് ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ അതിന്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് നോക്കാം. അമിനോ ആസിഡിന്റെ കോമൺ ഫോർമുല എന്ന് പറയുന്നു, അതിനൊരു ആൽഫ കാർബൺ ഉണ്ടാവും. ആ ആൽഫ കാർബണിനോട് അറ്റാച്ച് ചെയ്ത് ഒരു NH2 ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു COH ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും. ഈ R ഗ്രൂപ്പ് വന്നിട്ട് വേരിയിങ് ആണ് കേട്ടോ. ഈ R ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ്? വേരിയിങ് ആണ്. ഈ R ഗ്രൂപ്പിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും ഈ 20 തരത്തിലുള്ള അമിനോ ആസിഡിന്റെ ഫോർമേഷനും. ഇതിനെ പറയുന്ന പേര്, ഈ കാർബണിന് പറയുന്ന പേരാണ് ആൽഫ കാർബൺ. 20 അമിനോ ആസിഡ് പ്രോട്ടീനിൽ കാണുന്നത് അലിനിൻ, ആർജിനിൻ, ആസ്പിരാജിൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, സിസ്റ്റീൻ, ഗ്ലൂട്ടമൈൻ, ഗ്ലൈസിൻ, ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെഥിയോനിൻ, ഫിനൈൽ അലനിൻ, പ്രോലിൻ, സെറിൻ, ത്രിയോനിൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ, വാലിൻ. ഇതാണ് 20 അമിനോ ആസിഡ്. ഇനി ഇതിനകത്ത് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഞാൻ പറഞ്ഞില്ല. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് വന്നിട്ട് സിസ്റ്റീനും അതുപോലെ തന്നെ മെഥിയോനിനും ആണ് കേട്ടോ. സിസ്റ്റീൻ ആൻഡ് മെഥിയോനിൻ, ദീസ് ബോത്ത് ആർ ദ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. മറന്നുകൊണ്ട് ഞാനത് എഴുതാൻ വിട്ടു. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആർ മെഥിയോനിൻ ആൻഡ് സിസ്റ്റീൻ. ഓക്കെ, ചില ബുക്കിനകത്ത് സിസ്റ്റൈൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് സിസ്റ്റീന്റെ 2 കൂടുന്നതാണ് എന്ത്? സിസ്റ്റൈൻ എന്ന് പറയുന്നത്. അതായത് സിസ്റ്റീൻ ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച് ഫോം ചെയ്യുമ്പോൾ ഒരു ഡൈ അമിനോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡൈ പെപ്റ്റൈഡ് ആണ് സിസ്റ്റൈൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ 20 ടൈപ്പ് അമിനോ ആസിഡ് നമ്മൾ പറഞ്ഞു. ഈ 20 ടൈപ്പ് അമിനോ ആസിഡിന് ഓരോരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊടുക്കുന്ന അതിന്റെ അടങ്ങിയിട്ടുള്ള R ഗ്രൂപ്പ് വെച്ചിട്ടാണ്. R ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇറ്റ് ക്യാൻ ബി വേരിയിങ് ഫ്രം one amino acid to another amino acid. അപ്പോൾ നോൺ പോളാർ R ഗ്രൂപ്പ് കാണാം. നോൺ പോളാർ R ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ് സാധാരണ അത് ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അലിനിൻ, വാലിൻ, ലൂസിൻ, ഗ്ലൈസിൻ ഓൾസോ വിൽ കം ഇൻ ദാറ്റ്. ഗ്ലൈസിൻ ഓൾസോ ഈസ് എ ന്യൂട്രൽ അമിനോ ആസിഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പോളാർ R ഗ്രൂപ്പ്. പോളാർ അൺചാർജ്ഡ് R ഗ്രൂപ്പ് ഉണ്ടാവും. അലിനിൻ, പോളാർ അൺചാർജ്ഡ് R ഗ്രൂപ്പ് ദാറ്റ് ഈസ് നോട്ട് അലിനിൻ. അയ്യോ, ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് സെറിൻ and threonine. Okay, serin and threonine. I'm sorry. സെറിൻ ആൻഡ് ത്രിയോനിൻ ആണ് പോളാർ അൺചാർജ്ഡ് R ഗ്രൂപ്പ് ഉള്ള. അതായത് ഇത് ദെൻ നെഗറ്റീവ്ലി ചാർജ്ഡ് R ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ് ഉണ്ടാവും. നെഗറ്റീവ്ലി ചാർജ്ഡ് R ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ് ആണ് അസ്പാർട്ടിക് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്, അസിഡിക് അമിനോ ആസിഡ്. അതുപോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് R ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ് ഉണ്ടാവും. ദാറ്റ് ഈസ് അർജിനൈൻ ആൻഡ് ലൈസിൻ. നമ്മൾ പറഞ്ഞു ബേസിക് പ്രോട്ടീൻസ് ലൈക്ക് ദിസ് വൺ ഹിസ്റ്റോൺ ആൻഡ് ഓൾ, ഇറ്റ് വിൽ ബി ഹാവിംഗ് abundantly this arginine and lysine. And sulfur containing amino acid, that is methionine and cysteine. അതുപോലെ ഒരു ഇമിനോ ആസിഡ് ആണ് പ്രോലിൻ എന്ന് പറയുന്നത്. കാരണം അതിന് NH2 ഗ്രൂപ്പിന് പകരം NH ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. അതുപോലെ സെറിനും ത്രിയോനിനും ആൽക്കഹോളിക് അമിനോ ആസിഡ് ആണ്. ഫിനൈൽ അലനിൻ, ആക്ച്വലി ദാറ്റ് ഈസ് ഫിനൈൽ അലനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ദീസ് ആർ അരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. അതിന് സൈക്ലിക് റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതുപോലെ ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ് ആണ് ഹിസ്റ്റഡിനും പ്രോലിനും. അതുപോലെ ഓർണിത്തൈൻ, സിട്രുലിൻ ആൻഡ് ഡൈ അമിനോ പൈമിലിക് ആസിഡ്, ഇതൊരു പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ് അല്ല. ദാറ്റ് ഓർണിത്തൈൻ ആൻഡ് സിട്രുലിൻ, ഇറ്റ് ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഓർണിത്തൈൻ സൈക്കിൾ. ആൻഡ് ഡൈ അമിനോ പൈമിലിക് ആസിഡ് that is present in the cell wall of cyanobacteria. ഇത്രയേ ഉള്ളൂ. പിന്നെ സ്വിറ്റർ അയോണിക് ഫോമും കൂടി നമ്മൾ ഓർത്തിരിക്കാം.
അതായത് ഈ അമിനോ ആസിഡൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ അമിനോ ആസിഡൊക്കെ നമ്മുടെ ഡിഫറെൻറ്റ് പി എച്ചിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാർബോക്സിലിക് ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും അയോണൈസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ആ രണ്ടും അയോണൈസ് ചെയ്തിട്ട് ഒരു 0 ചാർജ് ആയിരിക്കും അറ്റൈൻ ചെയ്യുന്നത്. പക്ഷെ നെഗറ്റീവ് ചാർജ് COOH ഉണ്ടാക്കും, പോസിറ്റീവ് ചാർജ് NH2 ഗ്രൂപ്പ് ഉണ്ടാക്കും. ഈവൻ ദോ ബോത്ത് ചാർജസ് ആർ പ്രസന്റ് ബട്ട് ദ നെഗറ്റീവ് ചാർജ് ഇറ്റ് വിൽ ബി 0. So that condition is called as Zwitter ionic condition, and we can see this Zwitter ionic condition when it is attaining at what pH it is attaining, that is the isoelectric point of that particular amino acid. അപ്പോൾ ഇത്രയേ ഉള്ളൂ അമിനോ ആസിഡിനെ പറ്റിയിട്ട്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ലിപ്പിഡ് എന്താന്ന് പഠിക്കാം.